ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? ഒരു സ്ത്രീക്ക് ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊരു പക്ഷേ ഒരു നാണയമാകാം, അല്ലെങ്കിൽ വിലയേറിയ 10 മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാലയിലെ വിലയേറിയ ഒരു മുത്താകാം. അത് ഒരുപക്ഷെങ്കിൽ താലിയാകാം, മിന്നാകാം, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ അടയാളമാകാം. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതോടെ അവരുടെ സമാധാനം പോയിരിക്കുന്നു. ഒരു ശില്പി, അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു ശില്പി, ആ ശില്പിയുടെ ശില്പശാലയിലേക്ക് ഒരു ദിവസം കുറേ കുട്ടികൾ കാണാൻ വരികയാണ്. ആ ശില്പശാലയും ആ ശില്പങ്ങളൊക്കെ കാണാൻ വരികയാണ്. ആ കുട്ടികൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ മുറ്റത്ത് ചിതറിക്കിടന്നിരുന്ന കല്ലുകളിൽ ഒന്നിന്മേൽ ഒരു കുട്ടിയുടെ കാല് തട്ടി അവന് വേദനിച്ചു. അപ്പോഴവൻ ദേഷ്യത്തോടെ ആ കല്ല് എടുത്ത് ദൂരെ എറിയാൻ തുടങ്ങുകയാണ്. അപ്പം ഈ ശില്പി പറഞ്ഞു, അരുത് മകനെ, അത് മനോഹരമായ ഒരു പുഷ്പമാണ്. കുട്ടികൾ അത്ഭുതപ്പെട്ടു പോയി ഇരിക്കുമ്പോൾ ഈ ശില്പി ആ കല്ലെടുത്തുകൊണ്ട് വന്ന് അതിന്മേൽ കൊത്തുപണികൾ ആരംഭിച്ചു. ഈ കുഞ്ഞുങ്ങൾ ശില്പശാല കാണുകയും ഈ കുഞ്ഞുങ്ങൾ ശില്പങ്ങളൊക്കെ കാണുകയും ചെയ്യുകയാണ്. കണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഈ കല്ലിന്മേൽ കൊത്തി അതിൽ നിന്ന് ഒരു മനോഹരമായ പുഷ്പം ഈ ശില്പി കൊത്തിയെടുത്തു. ഈ പുഷ്പം കണ്ട് കുട്ടികൾ അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശില്പി പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഈ പുഷ്പം ഈ കല്ലിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം ഈ പുഷ്പത്തിൻ്റെ മേൽ ഈ കല്ലിൻ്റെ മറ്റ് ഭാഗങ്ങൾ പൊതിഞ്ഞിരിക്കുകയായിരുന്നു, ആവരണം ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാഞ്ഞത്. ഇവിടെയും ഈ സ്ത്രീക്ക് സംഭവിച്ചത് തന്നെയാണ്. ദ്രഹ്മ കാണാതെ പോയിരിക്കുന്നു. ആ ദ്രഹ്മ ആ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട്, പക്ഷെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം പൊടിപടലങ്ങൾ നിറഞ്ഞ ഒരു വീട്, മാറാലുകൾ കൊണ്ട് മൊത്തം വൃത്തിഹീനമായിരിക്കുന്ന ഒരു വീട്, ദിവസങ്ങളായി വെളിച്ചം കയറാത്തൊരു വീട്, ജനാലുകളും വാതിലുകളും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ആ പൊടിപടലങ്ങൾക്കുള്ളിൽ ആ ദ്രഹ്മ എവിടെയോ മറഞ്ഞു കിടപ്പുണ്ട്. അവർക്കത് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ ഒരു വിളക്ക് കത്തിച്ച് ജനാലകളെല്ലാം തുറന്നു വെളിച്ചമകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ തുടങ്ങി അവർ നല്ലപോലെ അടിച്ചു വാരി അങ്ങനെ ചെന്നപ്പോൾ പൊടിപടലങ്ങളൊക്കെ വൃത്തിയാക്കിയപ്പോൾ ആ ദ്രഹ്മ അവർക്ക് തിരിച്ചു കിട്ടി. അവരുടെ സമാധാനം അവർക്ക് തിരിച്ചു കിട്ടി. സന്തോഷം അവർക്ക് തിരിച്ചു കിട്ടി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ സമാധാനവും ഈ ദൈവികമായ സന്തോഷമൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലും. കാരണം ഇഹലോകപരമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് തങ്ങി നിൽക്കും. എന്നിട്ട് തിന്മകൾ കൊണ്ട് നിറയും. അസൂയ, പഴി, ദുഷി, മറ്റുള്ളവരെ കുറിച്ചുള്ള വേണ്ടാത്തൊക്കെ പറച്ചിൽ, ഇങ്ങനെ തിന്മകൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് ക്രമേണ അകലുകയും സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റത്തില്ല, അയൽവക്കാരോട് പറ്റത്തില്ല, ഇടവജനങ്ങളോട് പറ്റത്തില്ല, സന്തോഷമില്ല, സമാധാനമില്ല. അപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയാകുന്ന തിരി നമ്മുടെ ഹൃദയത്തിനുള്ളിൽ, ആ ഇരുട്ടാകുന്ന ഹൃദയത്തിൽ ഈ പ്രാർത്ഥനയാകുന്ന തിരി കൊളുത്തണം. എന്നിട്ട് വചനമാകുന്ന ശുദ്ധജലം കൊണ്ട് അത് തുടച്ച് വെടിപ്പാക്കണം. വചനമാകുന്ന ശുദ്ധജലം കൊണ്ട് ആ ഹൃദയത്തെ മൊത്തം കഴുകി വെടിപ്പാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ സമാധാനം കണ്ടെത്താനാവും. തിന്മകളാകുന്ന ആ കല്ലുകൾ കൊണ്ട്, പാറയാകുന്ന ആ കല്ലുകൾ കൊണ്ട് നമ്മുടെ ആ സമാധാനത്തെ കല്ലുപോലെ ആക്കിയിരിക്കുകയാണ്. ഈ വചനമാകുന്ന ശുദ്ധ ജലം കൊണ്ട് അത് തുടച്ച് വെടിപ്പാക്കുമ്പോൾ ഈ കല്ലൊക്കെ മാംസളമായി തീരും. നമുക്കൊരു പുഷ്പമായി നമ്മുടെ സമാധാനം നമുക്ക് തിരികെ കിട്ടും. ദൈവികമായ സംസർഗത്തിലേക്ക് തിരിച്ചു വരും. ദൈവത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും. ആ ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ സ്വർഗ്ഗം സന്തോഷിക്കുന്നത്. ആ സ്വർഗീയമായ സന്തോഷം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അയൽപക്കവുമായിട്ടൊക്കെ നല്ല സംസർഗം ചെയ്യുവാനും അവരോടൊക്കെ നമ്മുടെ സന്തോഷം പങ്കിടുവാനും ഒരു ഷെയറിങ്ങിൻ്റെ അനുഭവം വരുന്നത്. ഇടവജനങ്ങളോട് നമുക്ക് സന്തോഷം പങ്കിടുവാൻ
പറ്റുന്നത്, നമ്മുടെ വീട്ടുകാരുടെ സന്തോഷത്തോട് പെരുമാറാൻ പറ്റുന്നത് ഒക്കെ നമ്മൾ സമാധാനം കൈവരുമ്പോഴാണ്. അതുകൊണ്ട് ഈ സമാധാനം, ഈ ദൈവീയമായ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് പ്രാർത്ഥനയാകുന്ന തിരി എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കണം, അത് അണയാതെ സൂക്ഷിക്കണം. അതുപോലെ വചനമാകുന്ന ശുദ്ധജലം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ എപ്പോഴും തുടച്ച് വെടിപ്പാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ സ്വർഗീയമായ സന്തോഷം എപ്പോഴും അനുഭവിപ്പാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.